ഹായ് ഗൈസ്, അപ്പോൾ ഞാനും തനുക്കുട്ടി ഏട്ടനും കൂടി ഒന്ന് പുറത്ത് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ തനുക്കുട്ടി ഇങ്ങനെ ബോറടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. തനുക്കുട്ടി ഇങ്ങനെ ബോറടിച്ച് ബോട്ടിലൊക്കെ വെച്ച് കളിക്കുകയാണോ. അങ്ങനെ ഞാനും ഏട്ടനും വിചാരിച്ച് പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന്. ഇതൊരു വൈകുന്നേര സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പം തനുക്കുട്ടന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഇതിനു മുമ്പേ അവളെ കൊണ്ടുവന്ന വീഡിയോ ഒക്കെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ തനുക്കുട്ടൻ അവിടെ പോകാനൊക്കെ പേടിയല്ലേ. അപ്പം ഞാൻ തനുക്കുട്ടൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. മക്കളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ വാ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവളെ ഒരിക്കൽ കൊണ്ടുപോയാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പോയി. ഗൈസ്, എൻ്റെ മനസ്സിൽ അവൾ വെള്ളത്തിൽ ഇറങ്ങൂല എന്ന് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ അവളെ ഒരിക്കൽ ഇതേപോലെ കൊണ്ടുപോയപ്പോഴും അവൾ വെള്ളത്തിൻ്റെ അടുത്ത് വരെ വരും, പക്ഷേ അവൾ വെള്ളത്തിൽ കാല് വയ്ക്കില്ല. അങ്ങനെ ഞാൻ അവളെ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാൻ അവളെ ഓരോന്ന് പറഞ്ഞ് അവളെ മൈൻഡൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്നപ്പോൾ ഞാൻ കരുതി അടുത്ത വെള്ളം വരുമ്പോൾ തനിക്കുട്ടിയെ ഒന്ന് ഇറക്കി നോക്കാന്നേ. അങ്ങനെ അവൾ വെള്ളം വന്നപ്പോൾ വെള്ളത്തിൽ കാല് വയ്ക്കാനൊക്കെ പോയി ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത് വെള്ളം പറഞ്ഞത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. തനുക്കുട്ടൻ പറഞ്ഞ് വെള്ളം പറഞ്ഞില്ല അമ്മ വാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് വെള്ളത്തിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ അങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോയില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, കാരണം അവൾ ആദ്യമായിട്ട് ഇറങ്ങിയില്ലേ. അങ്ങനെ ഫസ്റ്റ് തനുക്കുട്ടൻ്റെ കാലിൽ ഇങ്ങനെ വെള്ളം വീഴുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത്. ഇതുവരെ തനുക്കുട്ടനെ ഞാൻ കുറേ വട്ടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തനുക്കുട്ട ഇതുവരെ ഇങ്ങനെ നിന്നിട്ടില്ലല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറക്കിയ സമയത്തൊക്കെ ഞാൻ വിചാരിച്ച് അവൾ പേടിച്ചിങ്ങ് തിരിച്ച് വരും, ഒരു വട്ടം മാത്രം കാലിൽ വെള്ളം നനയ്ക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഏട്ടാ. പിന്നെ തനുക്കുട്ട അതിൽ നിന്ന് വരാൻ വിളിച്ചിട്ടേ വരണില്ല ഏട്ടാ. നമ്മൾ അവളെ എടുത്ത് കരയിൽ നിർത്തും, അവൾ വീണ്ടും ഓടി വെള്ളത്തിലോട്ട് തന്നെ പോകും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ കളിക്കാനൊക്കെ ഗൈസ്. എങ്കിലും തനുക്കുട്ട ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം തനുക്കുട്ടൻ്റെ പൊപ്പേരോട് ഇന്ന് കളിച്ചിട്ടിരിക്കുകയാണ് ഏട്ടാ. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് അവർക്ക് ഗൈസ്. ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞാൻ ഇടയ്ക്കൊക്കെ മാത്രമേ ഇടാറുള്ളൂ. കാരണം ഞാൻ നല്ല ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് വ്യൂവേഴ്സൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസൊക്കെ കൂടുതൽ ഇടാത്തത്. ഷോർട്സ് ഇടുമ്പം എനിക്ക് കുറച്ചൊക്കെ വ്യൂവേഴ്സ് കിട്ടാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോ ഇടുമ്പോൾ വലിയ വ്യൂവേഴ്സ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ വട്ടം ഇടാത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞ് തനുക്കുട്ടനെ ഒരുപാട് വട്ടം വിളിച്ചു. തനുക്കുട്ട പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ, വെള്ളത്തിൽ കൊണ്ടുപോകാത്തോണ്ട്. ഇങ്ങനെയാണ് തനുക്കുട്ടി പിണങ്ങി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഗൈസ് ഇതുവരെ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ അപ്പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ നമ്മൾ കഴിച്ചത് പാനിപൂരിയും പിന്നെ ഏട്ടായും മാങ്ങയാണ് കഴിച്ചത്. അപ്പം ഞാനും തനുക്കുട്ടനും പാനിപൂരിയാണ് കഴിച്ചത്. തനുക്കുട്ടൻ കഴിച്ചില്ല, ഞാൻ മാത്രമാണ് കഴിച്ചത്. തനുക്കുട്ടന് ഒരു പീസ് എന്തോ കൊടുത്തുള്ളൂ, പക്ഷേ ഞാനാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞു കുറേ ദിവസമായി കഴിച്ചിട്ടെന്ന് പറഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. ഗൈസ് കഴിച്ചതും എനിക്ക് ഒരുമാതിരി ഒമിറ്റ് ചെയ്യാനൊക്കെ തോന്നി ഗൈസ്. അവിടെ നമ്മൾ കഴിച്ചപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നിയെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വിശന്നിരുന്നിട്ട് കഴിച്ചിട്ടായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ച് ഞാൻ ഏട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ ഗൈസ്. അങ്ങനെ തനുക്കുട്ടനെ വീട്ടിൽ പോകാൻ വിളിച്ചപ്പോൾ തനുക്കുട്ടൻ്റെ കുറച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൈസ്. വീട്ടിൽ പോയത് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വന്ന് ഏട്ടാ ഒരു 11:30 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലിരിക്കുകയാണ് ഗൈസ്. എനിക്ക് കൂട്ടായിട്ട് ഏട്ടനും തനുക്കുട്ടിയും ഉണ്ട് ഏട്ടാ ഗൈസ്. അങ്ങനെ ഞാൻ പാനിപൂരി കഴിച്ചതാണ് ഏട്ടാ ഹോസ്പിറ്റലിൽ വരെ എത്തിയത്. അപ്പോൾ അത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.